അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കിയ തജ്വീദിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്കൊന്ന് വായിക്കാം. ഇതിൽ പറയുന്ന വിഷയം ഖുർആൻ ക്രോഡീകരണ ചരിത്രമാണ്. ലോക പ്രശസ്തമായ മദീനയിലെ പ്രസ്സിൽ നിന്ന് ഒരു വർഷത്തിൽ 1 കോടി ഖുർആൻ പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകം നൽകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ അതേ ഭാഷയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം ആരാണ് നടത്തിയത്, ആരുടെ കാലത്താണ് നടത്തിയത്, അത് നടത്താനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നതാണ് ഇതിൽ പ്രധാന ചർച്ചാ വിഷയം. നമുക്കൊന്ന് വായിക്കാം. ഖുർആൻ ക്രോഡീകരണ ചരിത്രം. മുകളിലെ ചിത്രം നോക്കൂ. ലോക പ്രശസ്തമായ മദീനയിലെ ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സാണ് ചിത്രത്തിൽ കാണുന്നത്. ഒരു വർഷം ഏകദേശം 10 മില്യൺ അഥവാ 1 കോടി ഖുർആൻ കോപ്പികൾ ഇവിടെ നിന്ന് മാത്രം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ അതേ ഭാഷയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നു. അത് സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുന്നു. അവർ അത് കേട്ട് മനഃപ്പാഠമാക്കുന്നു. എഴുത്തറിയാവുന്ന സ്വഹാബികളോട് അത് രേഖപ്പെടുത്തി വെക്കാൻ നിർദ്ദേശം നൽകുന്നു. അവർ എല്ലുകളിലും തോലുകളിലും കല്ലുകളിലും മറ്റും രേഖപ്പെടുത്തി വെക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം അന്ന് പേപ്പർ ലഭ്യമല്ല എന്നുള്ളതാണ്. 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ നടന്ന യമാമ യുദ്ധത്തിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായി. ഹാഫിളുകളെല്ലാം ഇങ്ങനെ മരണപ്പെട്ടാൽ വരും തലമുറകൾക്ക് കൈമാറാൻ ഖുർആൻ ശേഷിച്ചില്ലെങ്കിലോ എന്ന ആശങ്ക ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയോട് പങ്കുവച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി. നബി തങ്ങൾ ഏറ്റവും അവസാനമായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതി കേൾപ്പിച്ച ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമപ്പെടുത്തി ക്രോഡീകരണം പൂർത്തിയാക്കി. ഇതിനാണ് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നത്, അഥവാ ഖുർആൻ ക്രോഡീകരണം. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് തന്റെ കയ്യിൽ സൂക്ഷിച്ചു. അവരുടെ കാലശേഷം അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് തന്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഇതിന് മുസ്ഹഫുൽ ബക്രി എന്നാണ് എന്താ പറയാ, മുസ്ഹഫുൽ ബക്രി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലം മുതൽ മറ്റു അറബേത് രാജ്യങ്ങളിലേക്കും ഇസ്ലാം കൂടുതൽ വ്യാപിക്കുന്ന കാലമായിരുന്നു. ഓരോ നാട്ടിലും പ്രബോധകരായെത്തിയ സ്വഹാബികളിൽ നിന്ന് ജനങ്ങൾ ഖുർആൻ കേട്ടുപഠിച്ചു തുടങ്ങി. എന്നാൽ ചില പദങ്ങളുടെ പാരായണത്തിൽ തർക്കങ്ങളുണ്ടായി. അത് ഖലീഫ ശ്രദ്ധയിൽപ്പെട്ടു. പരിഹാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ എടുത്തു സൂക്ഷിച്ച മുസ്ഹഫ് വരുത്തിച്ചു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ സംഘത്തെ നിയമിച്ച് ആ മുസ്ഹഫിൽ നിന്ന് 8 കോപ്പികൾ പകർത്തിയെഴുതാൻ നിർദ്ദേശിച്ചു. പകർത്തി എഴുതിയതവർ തന്നെ 3 തവണ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ശേഷം അന്ന് ജീവിച്ചിരിപ്പുള്ള 12,000-ൽ പരം സ്വഹാബികൾ പരിശോധിച്ച് ഏകഖണ്ഡമായി സ്ഥിരീകരിച്ചു. ഈ മുസ്ഹഫുകളിൽ നിന്ന് മാത്രം പഠിക്കാനും പകർത്തെഴുതാനും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പന നൽകി. പകർത്തെഴുതപ്പെട്ട ഈ മുസ്ഹഫുകൾക്കാണ് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്. ഇവ മക്ക, മദീന, കൂഫ, ബസ്ര, യമൻ, ബഹ്റൈൻ തുടങ്ങി വിവിധ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുത്തു. കൂടെ ഖുർആനിന്റെ അധ്യാപനത്തിന് പ്രത്യേകം സ്വഹാബികളെ നിയോഗിച്ചു. മുസ്ഹഫ് ഉസ്മാനിയുടെ മാതൃകയിൽ തയ്യാറാക്കപ്പെട്ട മുസ്ലിം ലോകം മുഴുവൻ അംഗീകരിച്ച മുസ്ഹഫുകളാണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ളത്. ഇതാണ് ഖുർആൻ ക്രോഡീകരണ ചരിത്രം. ഇനി തദ്രീബാത്ത് വായിക്കാം. ഉത്തരം പറയുക. ചോദ്യം 1. ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ഖുർആൻ ക്രോഡീകരണത്തെ കുറിച്ച് അഭിപ്രായം മുന്നോട്ട് സ്വഹാബി ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം 3. ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. 4-ാമത്തെ ചോദ്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം ക്രോഡീകരിച്ച മുസ്ഹഫ് സൂക്ഷിച്ചത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. 5-ാമത്തെ ചോദ്യം. മുസ്ഹഫ് ഉസ്മാനി എന്ന് പേര് പറയുന്നത് ഏതിന്? ഇതിനാണ് പകർത്തിയെഴുതപ്പെട്ട ഈ മുസ്ഹഫുകൾക്കാണെന്ന് പറയുന്നത് മുസ്ഹഫ് ഉസ്മാനി എന്ന് പറയുന്നത്.
അള്ളാഹു നമുക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.